ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. ഇതിനെ നമ്മൾ ഉണ്ടക്കായ എന്നാണ് പറയുന്നത്. പിന്നെ ബനാന ബോൾസ്, ബനാന ബോണ്ട എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. ഇവിടെ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു വെല്ലമാണ്, ഒരു അണി വെല്ലം. പിന്നെ അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമ്മൾക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ വെല്ലം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കുകയാണ്. അപ്പോൾ ഈ വെല്ലം നന്നായിട്ടൊന്ന് തണിയേണ്ടതുണ്ട്. അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴുത്ത പഴമാണ്. ഇത് ചിക്കുട്ട പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ലത് മൈസൂർ പഴമാണ് ബോണ്ടയ്ക്ക് നല്ലത്. അപ്പോൾ ഈ പഴം നന്നായിട്ട് നമ്മൾക്കൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. അങ്ങനെ ഇവിടെ പഴം നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോകരുത്, ഇതൊരു മധുരമുള്ള പലഹാരമാണ്. അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. അടുത്തതായി നമുക്കിതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെല്ലം ചേർത്ത് കൊടുക്കാം. ഈ വെല്ലം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പ വെച്ച് അരിച്ചിട്ട് ഒഴിക്കാവുന്നതാണ്. കാരണം ചില സമയത്തൊക്കെ ഇതിൽ മണ്ണുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അരിപ്പ വെച്ച് അരിക്കാൻ പറയുന്നത്. അങ്ങനെ ഇവിടെ വെല്ലം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഗോതമ്പ് പൊടിയാണ്. ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മൾക്ക് ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ചേർക്കുന്നതോടൊപ്പം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ ഗോതമ്പ് പൊടി ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം. ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഇതാ നമ്മുടെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഈ കാണുന്ന പാകത്തിലാണ് നമ്മളുടെ കൂട്ടിരിക്കേണ്ടത്. അതായത് നല്ല ലൂസും അല്ല, നല്ല ടൈറ്റും അല്ല. അപ്പോൾ എങ്ങനെയാണിത് ചുടേണ്ടതെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഞാനൊരു പാനിൽ വെളിച്ചെണ്ണയാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ കൂട്ടിടുന്നത് ഒരു ഐസ്ക്രീം സ്കൂപ്പർ ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ കൈ കൊണ്ടിടാം, ഇല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ 4 ബോളിനുള്ളത് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇതിൽ ബാറ്റർ ചേർക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം. ചൂടായതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന 4 ബോൾസും റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഉണ്ടക്കായ. അപ്പോൾ ഇത് അങ്ങോട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത ബാറ്റർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നായി വരുന്നത് നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആദ്യം ഫ്രൈ ചെയ്ത പോലെ തന്നെ ഇവിടെ ഈ രണ്ടാമത് ഇട്ടതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ടക്കായ, അതായത് ബനാന ബോൾസ്, ബനാന ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഈ ഉണ്ടക്കായ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി അറിയിക്കുക. അപ്പോൾ നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക്